ജാസ്മിൻ കാണിച്ചു കൂട്ടിയതെല്ലാം വെറും ഷോ ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഗബ്രിയുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാം. ഇന്നലെ ലാലേട്ടൻ വന്നപ്പോൾ ഒരു വീറ്റി കാണിച്ചു എല്ലാരെയും. അതില് ജാൻമണിയുണ്ട്, പൂജയുണ്ട്, അഭിഷേക് എസ് ഉണ്ട്, പിന്നെ വേറെ ഒന്ന് രണ്ട് പേരുണ്ട്. ഈ സമയത്ത് ജാൻമണി അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് പറയുകയാണ്, റസ്മിനുമായിട്ട് ഫിസിക്കൽ അട്രാക്ഷൻ ഗബ്രിക്ക് തോന്നി എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടോ. റസ്മിനുമായിട്ട് ഫിസിക്കൽ അട്രാക്ഷൻ, ഇതാണ് പോയിന്റ്. ഇത് ലാലേട്ടൻ എടുത്തിടുമെന്ന് ഗബ്രി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുന്നതായിട്ട് ഗബ്രി അറിയുന്നില്ല. കാരണം ഗബ്രി ആ ഒരു ഏരിയയിലെങ്ങും ഇല്ല. അത് സംഗതി ആശാൻ എപ്പോഴോ നാക്കൊന്ന് പഴിച്ച് പണി കൊടുത്തതാണ്. അതിന് ഗബ്രി മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് തോന്നുന്നത്. പറഞ്ഞത് നാക്ക് പറഞ്ഞ് ട്വിസ്റ്റായി പോയതാണ്. അവര് നല്ല ഫ്രണ്ട്സ് ആണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ പോയതാണത്. അതെന്തോ ആയിക്കോട്ടെ. അതാണ് ഗബ്രിയെ ഇന്ന് മാനസികമായി തളർത്തിയത്. ഇന്നലെ ആ ഒരു വീട്ടി പ്ലേ ചെയ്യുന്ന സമയത്ത് പോലും വാട്ട് ദ എന്ന് പറയുന്നുണ്ട് ജാൻമണിയുടെ അടുത്ത്. അത് കഴിഞ്ഞ് വരുന്ന ആ ഒരു തെറിവാക്കും ഉപയോഗിക്കുന്നുണ്ട് ഗബ്രി. അതാണ് ഗബ്രിയെ അലട്ടുന്ന പ്രശ്നം, അല്ലാതെ ജാസ്മിൻ ഒന്നുമല്ല. ഗബ്രിയുടെ ലൈഫിനെ ഇത് ബാധിക്കുമോ എന്ന തോട്ടാണ് ഇങ്ങനെ ഫിസിക്കൽ അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ ആ ഒരു വാക്ക്. ജാസ്മിൻ ഗെയിമിന് വേണ്ടി കളിക്കുന്ന നാടകമാണ് ഇത് എന്ന് മനസ്സിലാക്കാതെയാണ് ഗബ്രി ഫുഡ് കഴിക്കാതിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ജാസ്മിൻ ഈ കരഞ്ഞ നാടകം കാണിക്കുന്ന എല്ലാം ഒറിജിനൽ ആണ് എന്നാണ് ഗബ്രി ഓർത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും ഗബ്രിക്ക് പിടികിട്ടിയിട്ടില്ല. ഇപ്പൊ അപ്സര കൊണ്ടുപോയി കാപ്പിയോ ചായയോ മറ്റോ കൊടുത്തപ്പോഴാണ് ഗബ്രി ഒരു ഭക്ഷണപാനീയം കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എന്തായാലും ജാസ്മിൻ കളിച്ചത് നാടകമാണ്. ഗബ്രിയുടെ മനോവിഷമം കുറച്ചൊക്കെ കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. കാരണം ഗബ്രിക്ക് ഹേർട്ട് ആവാനുള്ള രണ്ട് മേജർ കാരണങ്ങളുണ്ട്. അത് ഹേർട്ട് ആവേണ്ട കാരണങ്ങൾ തന്നെയാണ്. അത് ഹേർട്ട് ആവാൻ വേണ്ടി തന്നെയാണ് ഇട്ട് കൊടുത്തത്. ഇത് ഒരു മെന്റൽ സ്ട്രെസ്സിലാക്കാൻ വേണ്ടിയാണ് ഇട്ട് കൊടുത്തത്. ബിഗ് ബോസ് എന്ന ഗെയിം ഇതാണല്ലോ. അപ്പൊ നമുക്ക് അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒന്ന് റസ്മിന്റെ ആ ഒരു കേസ്, രണ്ട് ജാസ്മിൻ കരയുന്ന ഒറിജിനൽ ആണെന്ന് ഓർത്തു. ഈ രണ്ട് റീസൺസ് കാരണമാണ് ഗബ്രി ഡിപ്രഷൻ അടിച്ച് ഡാർക്ക് അടിച്ച് ഇരിക്കുന്നത് ഇന്നലെ മുതല. ജാസ്മിന് അതില്ല, ഒരു കാരണവുമില്ല ജാസ്മിന്. അതുകൊണ്ടാണ് ജാസ്മിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിയത്. ജാസ്മിന് കരയാൻ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഗബ്രിക്കാണ് ഇതിന്റെ അത് സത്യം പറഞ്ഞ ഒരു വിഷമം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് ആക്ടേഴ്സിന് നേരെ മീറ്റു ആരോപണം വരുന്നതിന് തുല്യം തന്നെയാണ് ഇങ്ങനെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു ആരോപണം വരുന്നത്. അത് ഗബ്രിയുടെ നാക്ക് പഴച്ചു പോയതാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം പ്ലാറ്റ്ഫോം ബിഗ് ബോസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഗബ്രി നല്ല ടെൻഷനിലാണ്. ഇത് കാരണമായിരുന്നു ഗബ്രി ടെൻഷൻ അടിച്ച് കിടന്നത്. മേജർ റീസൺ അത് തന്നെയാണ്.